വീണ്ടും നിയമസഭയിലേക്കാണ് അവിടെ അടിയന്തര പ്രമേയ ചർച്ച അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷം ഇപ്പോൾ സഭ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. 2 പ്രതിപക്ഷ MLA-മാർ സഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യഗ്രഹ സമരം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ സമരവും ഇപ്പോൾ തന്നെ ആരംഭിക്കും. നമ്മൾ വീണ്ടും നിയമസഭയിലേക്ക് പോകുന്നു. ആർ ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ ചർച്ചയിലൂടെ ഈ ഭരണപക്ഷം എന്താണ് ഉദ്ദേശിച്ചത്? മുഖ്യമന്ത്രിയുടെ മറുപടി കൂടി കഴിയുമ്പോൾ അവർ അതിൽ പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാനുള്ള ഒരു സാഹചര്യമുണ്ടോ ശ്രീജിത്ത്? ഉന്മേഷ്, ഭരണപക്ഷം ഈ അടിയന്തര പ്രമേയ ചർച്ച അനുവദിക്കാൻ തയ്യാറായതിലൂടെ പോലീസ് അതിക്രമങ്ങളുടെ കാര്യത്തിൽ മുൻകാലങ്ങളിൽ നടന്ന കാര്യങ്ങൾ കൂടി സഭാതലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിയത്. ആ ശ്രമത്തിൽ ഒരു പരിധിവരെ ഭരണപക്ഷം വിജയിച്ചു എന്ന് പറയാം. അതായത് അടിയന്തരാവസ്ഥക്കാലം മുതൽ ഇങ്ങോട്ട് നടന്ന പോലീസ് അതിക്രമങ്ങളെ പറ്റിയുള്ള ഗൗരവതരമായ പരാമർശങ്ങൾ ഭരണപക്ഷ MLA-മാർ ഈ അടിയന്തര പ്രമേയ ചർച്ചയുടെ ഭാഗമായി സഭയിൽ ഉന്നയിച്ചു. എന്നാൽ പ്രതിപക്ഷമാകട്ടെ ഇപ്പോൾ കഴിഞ്ഞ ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ കാലത്ത് നടക്കുന്ന പോലീസ് അതിക്രമങ്ങളെ പറ്റിയുള്ള വിശദമായ പരാമർശം നടത്താൻ അവർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും പ്രത്യേകമായി മേൽക്കൈ നേടിയെന്നോ ആരെങ്കിലും താഴെ പോയെന്നോ അല്ലെങ്കിൽ പിന്നിൽ പോയെന്നോ പറയാൻ കഴിയുന്ന സാഹചര്യമില്ല. 1-2 പിണറായി സർക്കാരിന്റെ കാലത്തെ അനുഭവങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള, ഏറ്റവും ഓർത്തെടുക്കാൻ കഴിയുന്ന ഘട്ടത്തിലുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾക്ക് വലിയ തോതിൽ ശ്രദ്ധ കിട്ടുകയും പതിവാണ്. ഇത്തരത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന പോലീസ് അതിക്രമവും PC ഡാം പോലീസ് സ്റ്റേഷനിൽ ബിരിയാണി ഹോട്ടലുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമവും ഒക്കെ തന്നെ ജനങ്ങളുടെ മുന്നിൽ CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഈ വിഷയത്തിന്റെ ഗൗരവാവസ്ഥ ബോധ്യപ്പെടുത്തി സംസ്ഥാനത്തെ പോലീസ് നയം ആകെ മോശമാണ്, അല്ലെങ്കിൽ പോലീസിന്റെ നയത്തിൽ വലിയ പിഴവുകളുണ്ട്, പോലീസിന്റെ അതിക്രമങ്ങൾ മുൻകാലങ്ങളെക്കാൾ വർദ്ധിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. ആ നിലയ്ക്ക് രണ്ടുപേരുടെയും രണ്ട് ഭാഗത്തിന്റെയും രാഷ്ട്രീയ ഇടപെടലുകൾ ഫലം ചെയ്തെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് ഒരു വിജയമുണ്ടായില്ല. അതായത് ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അതിക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആ ആവശ്യം കണക്കിലെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. പിരിച്ചുവിടൽ അടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ പറയാൻ കഴിയൂ. കുറ്റത്തിന്റെ കാഠിന്യം അനുസരിച്ചാണ് ഓരോ ഘട്ടത്തിലും നടപടി സ്വീകരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ മറുപടിയിൽ കാര്യമായ വ്യക്തത ഉണ്ടായതുമില്ല. ശ്രീജിത്ത്, ഇപ്പോൾ ഈ നിയമസഭയിൽ അനിശ്ചിതകാല സത്യഗ്രഹം ആരംഭിച്ചു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ അറിയിക്കുന്നുണ്ട്. 2 MLA-മാരുടെ അനിശ്ചിതകാല സത്യഗ്രഹമാണ്. സനീഷ് കുമാർ ജോസഫ്, ചാലക്കുടി MLA, AK അഷ്റഫ്, മഞ്ചേശ്വരം. അപ്പോൾ 2 പേരുടെ അനിശ്ചിതകാല സത്യഗ്രഹം കൂടി ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സഭാ സമ്മേളനം തീരും വരെ, അതിനുശേഷം പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ പോലീസ് മർദ്ദനം, ഈ കസ്റ്റഡി മർദ്ദനം, അത് സജീവമായ വിഷയമായി തന്നെ എല്ലാ ദിവസവും നിർത്തുക കൂടി ഇതിന്റെ ഭാഗമാണല്ലോ അല്ലേ ശ്രീജിത്ത്? ഉന്മേഷ, പ്രതിപക്ഷത്തിന്റെ ഈ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തും, വിജയിക്കുമെന്ന കാര്യം നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഈ സഭാ സമ്മേളനം ആകെ 12 ദിവസമാണ് ചേരുന്നത്. ഈ സെപ്റ്റംബർ 15 മുതൽ ഇങ്ങോട്ട് ഒക്ടോബർ 10 വരെ നീണ്ടു നിൽക്കുന്ന കാലത്ത് 12 ദിവസമാണെങ്കിലും ഇതിനിടയ്ക്ക് 2-3 സെഷൻ ഘട്ടങ്ങളായിട്ടാണ് സമ്മേളനം പൂർത്തിയാകുന്നത്. ഇപ്പോഴത്തെ സമ്മേളനം 17-ാം തീയതി അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് 18-ാം തീയതി വെള്ളിയാഴ്ച അവസാനിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ സഭാ സമ്മേളനം പിന്നീട് ചേരുന്നത് 29-ാം തീയതി 30-ാം തീയതി 2 ദിവസങ്ങളിൽ മാത്രമാണ്. ഈ ഘട്ടത്തിൽ സഭയ്ക്കകത്ത് പ്രതിപക്ഷ MLA-മാർ നടത്തുന്ന സമരം അതിന് എത്രത്തോളം മാധ്യമ ശ്രദ്ധ കിട്ടും, പൊതുജന ശ്രദ്ധ കിട്ടും എന്ന കാര്യം സംശയമുണ്ട്. അതുമാത്രമല്ല, ഇപ്പോഴത്തെ സെഷൻ കഴിഞ്ഞാൽ ഈ MLA-മാരുടെ ഈ സത്യാഗ്രഹത്തിന്റെ ഭാവി എന്താണ്, അതിനോട് എങ്ങനെയാണ് സർക്കാർ പ്രതികരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും മഞ്ചേശ്വരം MLA AK അഷ്റഫുമാണ് സഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നത്. ശരി ശ്രീജിത്ത്, തുടരുക. ഇപ്പോൾ 2 MLA-മാരുടെ അനിശ്ചിതകാല സത്യഗ്രഹം അത് സഭാ കവാടത്തിൽ ആരംഭിച്ചിരിക്കുന്നു. ചാലക്കുടി MLA-യും മഞ്ചേശ്വരം MLA-യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.